ആ ഒരു സംവാദം ടാസ്കില് സിജോ ജിൻഡോയിൽ നിന്ന് ഫോക്കസ് ഷിഫ്റ്റ് ചെയ്ത് ജാസ്മിനിലേക്ക് ആക്കിയത് നല്ലൊരു ഗെയിം ആണെന്ന് ഓൾറെഡി പറഞ്ഞു നമ്മള്. പക്ഷെ അത് കഴിഞ്ഞ് വീണ്ടും എന്തിനാണ് ജിൻഡോയിലേക്ക് ഫോക്കസ് ഇട്ടതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. സിജോ ജിൻഡോയുടെ ഒപ്പം നിന്ന് നന്ദനെയോ അല്ലെങ്കിൽ സായിയോ ടാർഗറ്റ് ചെയ്യുകയായിരുന്നെങ്കിൽ ജിൻഡോടൊപ്പം പവർ ടീമിൽ കയറാമായിരുന്നു സിജോയ്ക്ക്. സിജോയ്ക്ക് ജിൻഡോയുടെ എതിരായിട്ട് കളിക്കണമെന്നുണ്ടെങ്കിൽ അതിൽ നല്ല ഓപ്പർച്യൂണിറ്റി വേറെ ഇല്ല എന്നാണ് ഞാൻ കരുതുന്നത്. അത് വിനിയോഗിക്കാതെ ജിൻഡോയെ ഓരോ പോയിന്റ് പറഞ്ഞ് പിടിച്ച് പുറത്താക്കിയിട്ട് ലാസ്റ്റ് വൈൽഡ് കാർഡുകളുടെ തോൽവി ഏറ്റുവാങ്ങി രണ്ടുപേരെ പിടിച്ച് പവർ റൂമിലേക്ക് വിട്ടു വൈൽഡ് കാർഡുകളെ. ലാസ്റ്റ് സിജോ കാണിച്ചൊരു ഒറ്റ മണ്ടത്തരം കാരണം പുള്ളി ഈ ഒരാഴ്ച നോമിനേഷനിൽ വരും. ജിൻഡോയോടുള്ള വിരോധം കൊണ്ട് കാണിച്ച മണ്ടത്തരമാണ്. പക്ഷെ അതില് സിജോയ്ക്ക് മിസ്സായത് പവർ റൂമാണ്. അല്ലെങ്കിൽ നന്ദനെ പുറത്താക്കി സായിയുടെ ഒപ്പം വേണേലും സിജോയ്ക്ക് നിൽക്കാമായിരുന്നു. പിന്നെ ജിൻഡോ ഈ ഒരു ടാസ്കില് ഒരു കാര്യം പറഞ്ഞു, ഫിസിക്കൽ ടാസ്കിൽ ആൺകുട്ടികൾ എപ്പോഴും മുന്നിട്ട് നിൽക്കുമെന്ന രീതിയിലാണ് പറഞ്ഞത്. അതിനെ വളച്ചൊടിച്ച് നന്ദനെയൊക്കെ ഒരു സൈഡിൽ പറയുന്നുണ്ട്, സായും പറയുന്നുണ്ട്, സിജോയും അതിന് കൂട്ടിപ്പിടിച്ചു. സിജോ മെയിൻ ആയിട്ടും ഈ ഒരു ഓപ്പർച്യൂണിറ്റി വേസ്റ്റ് ചെയ്തത് അതിലൂടെയാണ്, ആ ഒരു ഒറ്റ പോയിന്റിലൂടെയാണ്. നന്ദനക്കെതിരെ എടുത്തിട്ടടിക്കാൻ കുറെ പോയിന്റുകൾ ഉണ്ടായിരുന്നു സിജോയ്ക്ക്. മറ്റേ സിഗരറ്റിന്റെ വിഷയമൊന്നും ലാലേട്ടൻ പോലും ജിൻഡോയെ പഴിക്കാത്ത വിഷയങ്ങളാണ്. അതൊക്കെ എടുത്തിട്ടാണ് നന്ദന ഈ ഒരു ടാസ്കില് പുറത്താക്കിയത് ജിൻഡോനെ. അതൊന്നും പറയാതെ നന്ദന വേണമെങ്കിൽ കയറിക്കോട്ടെ എന്നുള്ള പോലെ സിജോ ഒരു അലസമായ രീതിയിൽ ലാസ്റ്റ് റൗണ്ടിൽ നിൽക്കുന്നത് ഞാൻ കണ്ടു. അങ്ങനെ ആകെ മൊത്തം കിട്ടിയ അവസരം കൊണ്ടുപോയി തൊലച്ചു നമ്മുടെ കാട്ടുതീ അണ്ണൻ.